ഉത്തരാഖണ്ഡിന്റെ മണ്ണിൽ മേഘങ്ങളെ തൊട്ടുരുമി നിൽക്കുന്ന വളരെ വിശുദ്ധമായ ഒരു ശിവക്ഷേത്രമുണ്ട്. അതാണ് തുംഗനാഥ് ക്ഷേത്രം. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രവും തുംഗനാഥാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്, ശിവഭഗവാന്റെ ദിവസമായിട്ടാണ് തിങ്കളാഴ്ച കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശിവക്ഷേത്രത്തിന്റെ വിശേഷം പറയാം. സമുദ്രനിരപ്പിൽ നിന്നും 12,074 അടി ഉയരത്തിലാണ് തുംഗനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലെ ഗർവാൾ ഹിമാലയത്തിൽ ശിവന് സമർപ്പിക്കപ്പെട്ട 5 ക്ഷേത്രങ്ങൾ പഞ്ചകേദാരം എന്നാണ് അറിയപ്പെടുന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും തുംഗനാഥ് ക്ഷേത്രമാണ്. ഇവിടേക്കുള്ള യാത്ര ശിവഭക്തന്മാരുടെ ആയുസ്സിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണത്രേ. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയാം. ദ്വാപര യുഗത്തിൽ മഹാഭാരത യുദ്ധത്തിന് ശേഷം ബന്ധുജനങ്ങളെ വധിച്ച പാപത്തിൽ നിന്ന് മുക്തി നേടാൻ പാണ്ഡവർ പരമശിവനെ തിരഞ്ഞ് ഹിമാലയത്തിൽ എത്തിയത്രേ. എന്നാൽ പാണ്ഡവർക്ക് ദർശനം നൽകാൻ ആഗ്രഹിക്കാത്ത ഭഗവാൻ ശിവൻ ഒരു കാളയുടെ, അതായത് നന്ദിയുടെ രൂപം പൂണ്ട് ഭൂമിക്കടിയിലേക്ക് മറഞ്ഞു. പിന്നീട് ഭഗവാന്റെ ശരീരഭാഗങ്ങൾ 5 വ്യത്യസ്ത സ്ഥലങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. അതിൽ ഭഗവാന്റെ കൈകൾ പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയാണ് തുംഗനാഥ്. പാണ്ഡവരിൽ രണ്ടാമനായ ഭീമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം. മാറാത്ത ദുരിതങ്ങളില്ല, തീരാത്ത പാപങ്ങളിൽ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മാറാത്ത ദുരിതങ്ങളില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ആ ഒരു വിശ്വാസത്തിന് വേണ്ടി, ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഭക്തരാണ് ഇവിടെ എത്താറുള്ളത്. പരമപവിത്രമാണ് തുംഗനാഥ് യാത്ര. മഞ്ഞു പെയ്യുന്ന വഴികളാണ്. ചൊപ്തിയിൽ നിന്നുള്ള 3.5 കിലോമീറ്റർ നീളുന്ന ട്രക്കിംഗ് അത് വെറും ഒരു യാത്രയല്ല. ചുറ്റും മഞ്ഞുമൂടി ഹിമാലയൻ നിരകൾ കാണാം, പച്ചപ്പ് കാണാം, പ്രകൃതിയുടെ നിശബ്ദത കാണാം. ഇതൊക്കെ വളരെ മനോഹരമായ അനുഭവമാണ്. ഇവിടെ ഒരു രാവണശിലയുണ്ട്. രാവണന്റെ തപസ്, അതായത് ലങ്കാധിപതിയായ രാവണൻ ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ചെയ്ത രാവണശില, അതും ഈ ക്ഷേത്രത്തിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ താമസിക്കുമ്പോൾ കേരളത്തിലെ ശിവക്ഷേത്രങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ കൂടിപ്പോയാൽ തമിഴ്നാട്ടിലെ ശിവക്ഷേത്രങ്ങളെക്കുറിച്ച്, കർണാടകയിലെ, ആന്ധ്രാപ്രദേശിലെ, ഈ ഒരു സൗത്ത് ഇന്ത്യയിലെ ശിവക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മളിൽ ഏറെ പേർക്കും അറിയുക. എന്നാൽ ഉത്തര ഭാരതത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലേക്ക് പോവുക എന്നത് തികച്ചും മനോഹരമായ ഒരു അനുഭവം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.